ഡൽഹിയിൽ ഇനി നടക്കാൻ പോകുന്നത് രാഷ്ട്രീയമായ ഒരു ട്വിസ്റ്റാണ്. അതായത് ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി അടപടലം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കെജ്രിവാൾ ഇനി ഡൽഹിയിലേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും പറ്റില്ല. കാരണം കെജ്രിവാളിന്റെ മനസ്സാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനായി അതീഷി അവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ്. അതീഷിയെ പിണക്കിയാൽ കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം ഇത്രയും വർഷം കെജ്രിവാൾ കാണിച്ച സകല അഴിമതികളും കെജ്രിവാൾ എടുത്ത്, അതായത് അതീഷി എടുത്ത് പുറത്തേക്കിടും. മനീഷ് സിസോദിയെ കാട്ടി കെജ്രിവാളിന്റെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ആഴത്തിൽ അറിയാന്നുള്ള ഒരു നേതാവാണ് അതീഷി. അതായത് ഇനി വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താത്ത എംഎൽഎമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആം ആദ്മി പാർട്ടി. അതായത് മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനപ്രീതിയും പ്രവേശനക്ഷമതയും, ഭരണവിരുദ്ധ വികാരം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രൗണ്ട് സർവേകളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടി തീരുമാനം. ഇത് പ്രകാരം 20-ലധികം എംഎൽഎമാർക്ക് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ നിന്ന് 3 സിറ്റിംഗ് നിയമസഭാ അംഗങ്ങളെ പാർട്ടി ഇതിനകം തന്നെ പുറത്താക്കിയിട്ടുണ്ട്. സർവേകളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് അന്തിമമാക്കുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ പല എംഎൽഎമാരും ജനപ്രിയരായി തുടരുമ്പോൾ ചില എംഎൽഎമാരിൽ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വത്തിനായിരിക്കും അവസാനമായി എടുക്കുക. 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 അംഗ ഡൽഹി നിയമസഭയിൽ ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടിയാണ് അധികാരം പിടിച്ചത്. ബാക്കി 8 സീറ്റുകൾ BJP ആണ് വിജയിച്ചത്. ഇതിനുശേഷം മുൻ ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം 4 എംഎൽഎമാർ രാജിവെക്കുകയും അതുപോലെ തന്നെ അയോഗ്യരാക്കപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് അവർ നേരെ BJPയിലേക്ക് ചാടുകയും ചെയ്തു. ഇത് പ്രകാരം നിലവിൽ 58 ഡൽഹി നിയമസഭയിലെ ആം ആദ്മിയുടെ അംഗസംഖ്യയാണ്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. അതീഷിയാണ് ഇപ്പോൾ ഡൽഹി സർക്കാരിനെ നയിക്കുന്നത്. അതേസമയം പാർട്ടി നടത്തിയ സർവേ പ്രകാരം 65% ആളുകളും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ച് വരരുത് എന്നാണ് ഡൽഹിയിലെ പാർട്ടികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി 16 സിറ്റിംഗ് എംഎൽഎമാരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പലരും പാർട്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. നവംബർ 21 ആം ആദ്മി 11 സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടിക പുറത്തിറക്കിയത്. ഗുലാബ് സിംഗ്, അബ്ദുള്ള, ഋതുരാജ് ധ എന്നീ എംഎൽഎമാരെ ഒഴിവാക്കിയായിരുന്നു പാർട്ടി പത്രിക പുറത്തിറക്കിയത്. അഴിമതി ആരോപണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ മന്ത്രിയായ സത്യേന്ദ്ര ജെയിൻ എന്നിവർ ജയിലിലായതോടെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. റോഡുകൾ നവീകരിക്കുക, യമുനയെ ശുദ്ധീകരിക്കുക, നഗരത്തിലുടനീളം 24 മണിക്കൂർ തടസ്സമില്ലാതെ വെള്ളം വിതരണം ചെയ്യുക തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ ആം ആദ്മിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഫെബ്രുവരിയിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആം ആദ്മി നടത്തിയ ഈ പ്രയോഗം എന്തായാലും ആം ആദ്മിക്ക് തന്നെ തിരിച്ചു കൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ മനീഷ് സിസോദിയ അടക്കം ആം ആദ്മിയിൽ നിന്നും ചാടാൻ നിൽക്കുകയാണ്. നേരത്തെ ഗെഹ്ലോട്ട് ചാടി വന്നു. അങ്ങനെ ആം ആദ്മി സർക്കാരിന്റെ ഏറ്റവും പ്രധാന പദവികൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിതലത്തിലുള്ളവർ തന്നെ ആം ആദ്മിയെ വിട്ട് BJPയിലേക്ക് വരുമ്പോൾ എന്തായാലും BJPക്ക് ഇതൊരു സുവർണ അവസരമായി തന്നെയാണ് നിൽക്കാൻ പോകുന്നത്.